പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇനി അമ്മ ക്രിസ്തുവിൻ്റെ അടുത്ത് നമ്മളെ കൊണ്ടുവന്നിട്ട് അമ്മ നമ്മളോട് ക്രിസ്തുവിനോട് ആവശ്യപ്പെടുന്ന പോലെ തന്നെ, നമ്മളെ ഈ സമയത്ത് സഹായിക്കണമെന്ന് ക്രിസ്തുവിനോട് ആവശ്യപ്പെടുന്ന പോലെ തന്നെ അമ്മ നമ്മളോടൊരു കാര്യം ആവശ്യപ്പെടും. എന്താണ് കാര്യം? അവൻ പറയണ പോലെ ജീവിക്കണം. എന്താണ് സംഭവം? ഇതാ വിഷയം. അവൻ ഒത്തിരിയേറെ രക്തം ചീന്തി നേടിയെടുത്തതാണ് നിൻ്റെ കൃപകളല്ല, നീ ആഗ്രഹിക്കുന്ന അനുഭവിക്കുന്ന എല്ലാ അവകാശങ്ങളും. അതുകൊണ്ട് നീ അനുഭവിക്കാൻ പോകുന്ന മുഴുവൻ അവകാശങ്ങളെ അവൻ തൻ്റെ രക്തത്താൽ നേടിയെടുത്തതാണ്. അപ്പോൾ നിൻ്റെ നോട്ട് ബൈ മെറിറ്റായിട്ട് നിനക്കത് വേണമെന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷനുണ്ട്. എന്താണ്? അവൻ പറയണ പോലെ നിങ്ങൾ ജീവിക്കണം. അതാണ് മരിയൻ ഉടമ്പടി. കൈയടിച്ച് വരമാതാവേ വാഗ്ദാന പേടകമേ സ്വർഗീയ പൊന്മലരേ കൃപാസനത്തിൻ്റെ അമ്മേ പ്രസാദവരമാതാവേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അവൻ്റെ അനുഗ്രഹങ്ങളെ നമ്മളെ നോട്ട് ബൈ മെറിറ്റിലെ നമ്മുടെ യോഗ്യതയാലല്ലാതെ അവൻ്റെ കൃപയാൽ അവൻ്റെ അനുഗ്രഹങ്ങളെ നമ്മൾ വേണ്ട സമയത്ത് പ്രാപിക്കാൻ അവൻ പറയണ പോലെ ചെയ്യുമ്പോൾ അതിലൊന്നാമത്തെ കാര്യം എന്താ അവൻ പറയണത്? അവൻ പറഞ്ഞ ഒന്നാമത്തെ കാര്യം എന്താണ്? അനുദപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. മർക്കോസ് 1:15. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. മർക്കോസ് 1:15. അവൻ പറഞ്ഞു സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. എപ്പോഴും നമ്മളുടെ സമയമില്ലേ, അത് നമ്മളുടെ യോഗ്യത അയോഗ്യതയുമായി ബന്ധപ്പെട്ടായിരിക്കണം. വിഷയമുണ്ടായാൽ അപ്പോൾ സമയം പൂർത്തിയാകും. ബൈബിളിൻ്റെ ഒരു ഇക്കണോമി അതാണ്. നമുക്കൊരു വിഷയമുണ്ടായി, നോട്ട് ബൈ മെറിറ്റിലൊരു വിഷയമുണ്ടായി. എന്നുവെച്ചാൽ നമ്മുടെ യോഗ്യതയാൽ നേടിയെടുക്കാൻ പറ്റാത്ത അവസ്ഥ വന്ന്, ചിലപ്പോൾ നിൻ്റെ ക്യാൻസർ ഫോർത്ത് സ്റ്റേജ് ആകാം. അപ്പോൾ നിനക്കറിയാം വൈദ്യശാസ്ത്രവും തൽക്കാലത്തേക്ക് നമ്മളെ കൈയൊഴിയാണ്. അതേസമയം തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായി. ഒരു ഭർത്താവും ഭാര്യയും കൂടിയായി. ഞാൻ ആ സാക്ഷ്യം കണ്ട് ഞെട്ടിപ്പോയി. ഇപ്പോൾ പെട്ടെന്നിങ്ങനെ ഓർത്തുകൊണ്ട് പറയുകയാണ്, അയാളുടെ പ്രശ്നം മഞ്ഞപ്പിത്തം വന്ന് കരൾ മൊത്തം ഡാമേജായി, മൊത്തം പോയി. വയറൊക്കെ ഇങ്ങനെ വന്ന് വീർത്ത്, കരൾ ലീക്കായി വയറ് വന്ന് വീർത്ത് കുടം പോലെയായി. അപ്പോൾ ഉടനെ 1.5 കൊല്ലമായിട്ട് ചികിത്സയിലാണേ. അവസാനം വന്ന് കരൾ വീർത്ത് കുടം പോലെയായി 1.5 ലിറ്റർ വെള്ളം വെച്ച് ഇങ്ങനെ ഓരോ മണിക്കൂറിനും ഓരോ ദിവസവും വയറ്റിൽ നിന്ന് കുത്തിയെടുക്കും. അതിന് ഡോക്ടർ കുത്തിയെടുക്കണതിൻ്റെ കാര്യം, ഡോക്ടർ ഇയാളെ കൊണ്ടുപോയി മരണ വാർഡിൽ കിടത്തും, എഴുതി മേടിച്ചു. ഫയലിനിടയ്ക്ക് നിന്ന് എഴുതി മേടിക്കും. വീട്ടിൽ ഡെഡ് ബോഡി കൊണ്ടുപോകാനുള്ള ആംബുലൻസ് പിടിച്ചിടും. എന്നിട്ട് മരണ വാർഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഡോക്ടർ അവസാനം പറയണത്, ആ ഭാര്യയോട് പറയണത് ഒരു കന്നാസ് വാങ്ങിച്ചുകൊണ്ട് വരാനാണ് പറയണത്. അപ്പോൾ ഭാര്യ പോയി കന്നാസ് വാങ്ങിക്കാൻ പോകും. കന്നാസ് വാങ്ങിക്കണത് എന്തിനാണ്? കുറച്ചുകൂടി വെള്ളം കുത്തിയെടുത്താൽ. അപ്പോൾ അതൊക്കെ മുമ്പ് ഭാര്യയോട് കാര്യം ചെയ്യും. ഇയാളെ മരണവാർഡിലേക്ക് മാറ്റുമ്പോൾ വന്ന് ഉടമ്പടി
ഉടമ്പടി ചെയ്തിട്ട് ഉടമ്പടി തൈലം കൊണ്ടുപോയി ഇയാളുടെ വീർത്ത വയറിൽ ഇങ്ങനെ കുരിശ് വരക്കും. ഇതാണ് നോട്ട് ബൈ മിനിറ്റ് എന്ന് പറയണത്. ഇവിടെ ഡോക്ടറൊന്നും ചെയ്യാൻ പറ്റണില്ല. ഡോക്ടർ മാക്സിമം ചെയ്യാൻ പറ്റണത് ആശുപത്രി ആംബുലൻസ് ഒക്കെ ആക്കുക, ഭാര്യയോട് ഒപ്പിട്ട് വാങ്ങിക്കുക, മരണ വാർഡിലേക്ക് ഇയാളെ മാറ്റുകയാണ്. എന്നിട്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് അയാളുടെ ഭാര്യയെ തന്നെ അയാളുടെ വയറ് കുത്തി വെള്ളം എടുക്കാനുള്ള കന്നാസ് വാങ്ങിക്കാൻ അയാളുടെ ഭാര്യയെ തന്നെ പറഞ്ഞു വിടുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ ഭീതിപ്പെടുത്തുന്ന മുഖങ്ങളെ നമ്മൾ അടുത്ത് കാണുമ്പോൾ മാത്രമേ ഉടമ്പടി എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. ഇവിടെ മെറിറ്റില്ല, ഡോക്ടറിനും മെറിറ്റില്ല, ആ രോഗിക്കും മെറിറ്റില്ല, ഒന്നിനും മെറിറ്റില്ല. ആകപ്പാടെ നിൽക്കണത് എന്താണ്? ഈ ഉടമ്പടി ചെയ്തിട്ട് ആ തൈലം കൊണ്ടുവന്ന് ഈ വൈഫ് അങ്ങേരുടെ വയറേൽ കുരിശ് വരക്കും, മാതാവിനെ ഏൽപ്പിക്കും ആളാണ്. ആ സമയത്താണ് ഡോക്ടറിന് ഇത് അറിയത്തില്ലല്ലോ. ഡോക്ടർ പോയി ഇപ്പോൾ ഈ മരണ വാർഡിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ആളെ അവിടെ നിന്ന് നേരെ ആംബുലൻസ് കയറ്റുകയാണ്. അയാളുടെ ആശ്വാസത്തോടെ മരിക്കട്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഈ മനുഷ്യൻ്റെ വയറ്റിൽ നിന്ന് വെള്ളം കുത്തിയെടുക്കാൻ വേണ്ടിയാണ് വൈഫിൻ്റെ അടുത്ത് കന്നാസും കൊടുത്ത് വിടണത്, കന്നാസ് വാങ്ങിക്കാൻ വിടണത്. വൈഫ് കന്നാസും കൊണ്ട് വന്നിട്ട് ഡോക്ടർ വയറിൽ നിന്ന് വെള്ളം കുത്തിയെടുക്കും. വെള്ളം കുത്തിയെടുക്കുമ്പോൾ വെള്ളത്തിന് പകരം ബ്ലഡാണ് കയറി വരണത്. ഡോക്ടർ പറഞ്ഞ് വെള്ളമില്ലേ? വെള്ളത്തിന് പകരം വെള്ളമില്ല. വെള്ളമില്ലാതെ വെള്ളത്തിന് പകരം ബ്ലഡാണ് കയറി വരണത്. ദാറ്റ് മീൻസ് ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ കരൾ സുഖപ്പെട്ടിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഈ കഴിഞ്ഞ ആഴ്ചത്തെ സാക്ഷ്യമാണ് നിങ്ങൾ കണ്ടു കാണോ? ആ സാക്ഷ്യം, ആ സാക്ഷ്യം കണ്ടവർ കൈപ്പൊക്കിക്കേ. ദാറ്റ്സ് ഓക്കെ, താങ്ക് യു. നിങ്ങൾ സാക്ഷ്യം നോക്കണം കേട്ടോ, അല്ലാതെ ഉടമ്പടി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇതാണ് ഉടമ്പടി എന്ന് പറയണത്. അവിടെ ഒന്നും ഇല്ല, ആകപ്പാടെ ഉള്ളത് ആ പാവപ്പെട്ട സ്ത്രീയുടെ ഉടമ്പടി മാത്രം. അത് അവരുടെ യോഗ്യതയല്ല വർക്ക് ചെയ്യണത്, മാതാവിൻ്റെ ആ ഉടമ്പടിയെ മാനിക്കും ദൈവം. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നിങ്ങൾ ഉടമ്പടി എടുക്കുകയല്ല ചെയ്യേണ്ടത്, ഉടമ്പടിയെ ദൈവം മാനിക്കണം. രണ്ട് കേസാണ്. ഏത് മനുഷ്യനും ഉടമ്പടി എടുക്കാൻ പറ്റും, പക്ഷെ ദൈവം അത് മാനിച്ചാൽ മാത്രമേ അത് ഉടമ്പടി ആക്ടിവേറ്റ് ആകത്തുള്ളൂ. ഉടമ്പടി മാനിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ഉടമ്പടിയെ മാനിക്കണം. അവിടെ വിഷയം എന്നത് നിങ്ങൾ ഉടമ്പടിയെ മാനിക്കണം എങ്ങനെയാണ്? അവൻ പറയണ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിരിക്കണം, എന്നിട്ട് അതുപോലെ ചെയ്യണം. ചെയ്താവെന്ന് മനസ്സിൽ പ്ലാൻ ചെയ്യണം. എന്നിട്ട് ചിലരുണ്ടല്ലോ എന്നെ സാക്ഷിയാക്കണമേ എന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കും. ഇപ്പോൾ ഓരോ ഉടമ്പടിയുടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ താഴത്തെ കമന്റ് നോക്കിയിട്ടുണ്ടോ? എന്താ പറയണത്? മാതാവേ, ഈ അൾത്താരെ വന്ന് എനിക്കും സാക്ഷ്യം പറയാൻ സാധിക്കണേ, എനിക്കും സാക്ഷി എന്നാൽ ദൈവത്തെ മുഖപ്പെടുത്താൻ സാധിക്കണം എന്നാണ്. ചില ആൾക്കാരെങ്കിലും അവരുടെ ശവക്കുഴി അവർ തന്നെ തോണ്ടിയിട്ടുണ്ട്. കാര്യം അവർ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ തീരുമാനിക്കും സാക്ഷ്യം മാത്രം പറയുകയില്ല, നാട്ടുകാർ കേൾക്കുമെന്ന്. അതാണ് സംഭവം. അപ്പോൾ അവർ ഇന്നല്ലെങ്കിൽ നാളെ ഇതിനേക്കാൾ വലിയ കടൂരമായ സങ്കടത്തോടെ വരും, പക്ഷേ എടുക്കത്തില്ല. കാര്യം നിങ്ങൾ ഫ്രോഡാണെന്ന് നിങ്ങൾ തന്നെ ദൈവദിവസത്തിന് തെളിയിച്ചു. കാര്യം ദൈവത്തെക്കാൾ അവർ ദൈവമായിട്ട് മറ്റുള്ളവരുടെ മുമ്പ് ദൈവത്തിന് നിങ്ങൾ എളിമപ്പെട്ടുകൊണ്ട് ദൈവത്തിന് ഏറ്റുപറയാൻ കഴിഞ്ഞില്ല. ദൈവത്തിന് ഏറ്റുപറയാൻ കഴിയാത്ത ആൾക്കാരെ ആ പത്രം കൊടുത്തിരിക്കുന്നതും ആ വിധത്തിലാണ്, രോഗികളെ ശുശ്രൂഷിക്കാൻ പോയിരിക്കുന്നതും ആ വിധത്തിലാണ്. നിങ്ങളുടെ അഭിമാനത്തിൽ മണ്ണ് പറ്റാത്ത രീതിയിലായിരിക്കും നിങ്ങൾ ഉഡായിപ്പ് കാണിച്ചായിരിക്കും പേഴ്സത്തെ പ്രവർത്തനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഉടമ്പടി എടുക്കുന്നവർ സത്യസന്ധരായിരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉടമ്പടി നിബന്ധനകള് വിശുദ്ധാപൂർവം പാലിച്ചുകൊണ്ട് സാക്ഷ്യം ലഭിക്കുമ്പോൾ ആൾക്കാരിൽ നിന്ന് പങ്കുവയ്ക്കാനുള്ള ഈ ആത്മധൈര്യം ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. അവൻ പറയുന്നതും ചെയ്തിടുകിൽ ജീവിതം ധന്യമാ.